മീരെ, ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാർ പുറത്തിറങ്ങി. ഈ കന്യാസ്ത്രീമാർ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് പുറത്തിറങ്ങാതിരുന്ന അവരെ പുറത്തിറക്കാനായിട്ട് ഇവിടെ UDF LDF നമ്മളെ ബ്രിട്ടാസ്, റോജി എം ജോണ്, ജോസ് കെ മാണി എല്ലാവരും ഇങ്ങനെ പോയി അവിടെ ഭയങ്കരമായിട്ട് കാത്തുകെട്ടി കിടന്നു. അതിനൊപ്പം BJP നേതാക്കൾ രാജീവ് ചന്ദ്രശേഖറും അനൂപ് ആൻ്റണിയും ഷോൺ ജോർജും ഒക്കെ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയെ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്നത് സുരേഷ് ഗോപി പാറേപ്പള്ളിയിൽ ധ്യാനത്തിലായിരുന്നു എന്നൊക്കെയാണ്. എന്താണ് അതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ വരുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. സത്യമാണ്, സുരേഷ് ഗോപി ധ്യാനത്തിനൊന്നും പോയതല്ല. സുരേഷ് ഗോപി കഴിഞ്ഞ 30-ാം തീയതി, അതായത് ജൂലൈ 30-ാം തീയതി പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതിലേറെ എന്നെ അതിശയിപ്പിച്ചത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് എതിരെ ആയിരുന്നോ BJP പറഞ്ഞത്, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അവർ ജയിലിൽ പെടണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളുകളാണ് BJP എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയപ്പോൾ ആരുടെ കൂടെ പോയതെന്നറിയോ? രാജീവ് ചന്ദ്രശേഖറാണ് അവിടെ മഠത്തിലെത്തിച്ച്. പേടിച്ചിട്ടൊന്നുമല്ല. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു BJPയുടെ പ്രസ്ഥാനം നയിക്കുന്ന ഒരു അധ്യക്ഷനും ഛത്തീസ്ഗഡിലെ BJP ഒക്കെ നന്നായിട്ട് അവരെ പുറത്തിറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തള്ളി കളയാൻ പറ്റുമോ? അതുകൊണ്ടാണ് അവർക്ക് ഫസ്റ്റ് FIR ഒക്കെ ഇട്ട് അങ്ങനെ ചെയ്തത്. പ്രോസിക്യൂഷൻ നടപടി നിയമമല്ലേ? അതാണ് പറഞ്ഞത്. പ്രോസിക്യൂഷൻ നടപടി എന്ന് പറയുന്നതിൽ തന്നെ തുടക്കം മുതൽ BJP ചെയ്തത് ചെയ്തല്ലേ. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോ ദീപിക ദിനപത്രത്തിൽ വന്നിരിക്കുന്ന ആ എഡിറ്റോറിയൽ മീര കേട്ടതാണല്ലോ, അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ നേരിടേണ്ടി വരുന്ന അത്രയും തന്നെ ഭീകരത ഇവിടെ ക്രിസ്ത്യൻ സമൂഹം നേരിടേണ്ടി വരുന്നില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്താ പാംബ്ലാനി അച്ഛൻ ഫാദർ അങ്ങനെ? അപ്പൊ അവിടെ ഇപ്പൊ പാംബ്ലാനി അച്ഛൻ ഉൾപ്പെടെയുള്ളവരൊക്കെ എന്തോ പേടിക്കുന്നത് കൊണ്ടല്ലേ? പാംബ്ലാനി അച്ഛൻ ഉൾപ്പെടെയുള്ളവർ പേടിക്കുന്നുണ്ട്. അദ്ദേഹം മോദിയോട് അമിത്ഷായൊക്കെ കേന്ദ്രം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് തന്നെ അവരെ ഭയപ്പെടുന്നുണ്ട്. അതായത് ഈ പറയുന്ന ദീപിക പറഞ്ഞത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യം, യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് BJP ആണ്. അവരുടെ സർക്കാരിൻ്റെ പോലീസാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ കേസ് ഉണ്ടാക്കിയത്. ഈ കേസ് കെട്ടിച്ചമച്ച കേസാണ്. 9 ദിവസമാണ് അവരെ ജയിലിൽ കിടത്തിയിരുന്നത്. ഇതിന് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഈ പറയുന്ന രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ പെൺകുട്ടികളെ കൊണ്ട് നിൽക്കുന്നു എന്നും അവരുടെ കയ്യിൽ ബൈബിൾ ഉള്ളത് കൊണ്ടും അവരെ മതപരിവർത്തനത്തിനും മനുഷ്യക്കടത്തിനും കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കേസുണ്ടാക്കി. ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ റെയിൽവേ പോലീസ് നോക്കിക്കൊണ്ട് നിൽക്കവേ അതിനകത്ത് റെയിൽവേ സ്റ്റേഷനകത്ത് മുറി അടച്ചിട്ട് ഈ പറയുന്ന 2 കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തി, ഈ 2 ആദിവാസി കുട്ടികളെ ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ ചെയ്തില്ലേ? ഇത് 9 ദിവസമാണ് അവർ ജയിലിൽ കിടന്നത്. 9 ദിവസം ഈ കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാത്രമല്ല, വലിയ പ്രതിഷേധം. ഈ ജാമ്യത്തിന് വേണ്ടി ഇവർ ശ്രമിക്കുന്ന അവസരത്തിലൊക്കെ അതിന്റെ ചുറ്റുപാടും ബജ്രംഗ് ദൾ പ്രവർത്തകർ വലിയ പ്രതിഷേധമാണ് നടത്തിയത്. എന്നിട്ട് ഈ കേസ് NIAക്ക് വിടേണ്ട കാര്യം എന്ത്? NIAക്ക് വിടണമെന്ന് പറഞ്ഞ മതപരിവർത്തനം അതിൽ ഉൾപ്പെട്ടോണ്ടല്ലേ? മനുഷ്യക്കടത്ത്. എന്തിന് മനുഷ്യക്കടത്ത് കേസ് വന്ന്? ആ കുട്ടികൾ പ്രായപൂർത്തിയായ കുട്ടികളല്ലേ? അവരവരുടെ കുടുംബം എത്രയോ കൊല്ലം കൊണ്ട് ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരെന്ന് പറയുന്നത്. എന്നല്ല, അത്രയും നിയമ സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് മതപരിവർത്തനം നീക്കം ചെയ്യപ്പെട്ടില്ല? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യപ്പെടില്ലേ? തെളിവുകളില്ലാത്തത് കൊണ്ടാവില്ലേ അത് നീക്കം ചെയ്യപ്പെടാഞ്ഞത്? നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, ആപ്കെ സാത്ത് സബ്കെ സാത്തോ, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ. അതാണോ ഈ കണ്ടത്? അല്ലേ? നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ എല്ലാത്തിനും എന്തിനും ഏതിനും. അത് ഇപ്പോൾ BJPയിലെ കേരളം. അപ്പം നമ്മൾ രാജീവ് ചന്ദ്രശേഖരനും സുരേഷ് ഗോപിയൊക്കെ പറയുന്നത് എന്താ, മലയാളി സിസ്റ്റർമാരെയാണ് അവിടെ പിടിച്ചത്, അവർ പ്രതികരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഉണ്ടായിരുന്നു, മതം ഏതായാലും ജാതി ഏതായാലും ഒന്നും നോക്കാതെ കൂടെ നിൽക്കുന്നത് കൊണ്ടല്ലേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അവർ രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെ പോയത്. അതൊക്കെ അവർ ഭയന്നിട്ട് പോയതാണ്. ഈ പറയുന്ന ദീപിക ദിനപത്രത്തിലെ ഈ എഡിറ്റോറിയൽ വന്നപ്പം കേരളത്തിലെ ഒരു മന്ത്രി, ഞാൻ മന്ത്രിയുടെ പേര് പറയുന്നില്ല കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തൊരു മന്ത്രിയാണ്, ആ മന്ത്രി പറഞ്ഞത് എന്തെന്നറിയോ? അച്ഛന്മാർ കാണിക്കുന്നതെല്ലാം ഇങ്ങനെ, എന്നിട്ട് ദീപിക ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ AC മുറിയിൽ ഇരുന്നും കൊണ്ട് ഇങ്ങനെ എഴുതുകയും ചെയ്യും. കാര്യം ഈ പറയുന്ന രീതിയിൽ ഛത്തീസ്ഗഡിൽ BJPയുടെ തന്നെ സർക്കാരാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. BJPയുടെ സർക്കാരാണ്. NIA കോടതിയിലേക്ക് വിടണമെന്ന് പറഞ്ഞ് അവരുടെ സർക്കാർ അഭിഭാഷകനാണ് വാദിച്ചത്. സർക്കാർ അഭിഭാഷകൻ. എന്നിട്ട് കോൺഗ്രസ്സുകാർ എന്ത് സഹായിക്കുന്നു എന്നൊരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. കോൺഗ്രസ്, റോജി എം ജോൺ ആണ് മറുപടി പറഞ്ഞിരിക്കുന്ന കോൺഗ്രസിന്റെ അവിടുത്തെ കോൺഗ്രസ് നേതാവ് ഭൂപേഷ് ബാഗൽ ഇവരോടൊപ്പം അവിടെ ജയിലിൽ പോയിരുന്നു.
ജയിലിൽ അവരോടൊപ്പം പോയി അവരെ ഈ പറയുന്ന ഇവരെയൊക്കെ തന്നെ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ നേതാക്കൾ എന്ത് ചെയ്തു എന്ന് എല്ലാവർക്കും അറിയാം എന്നാണ് റോജി എം ജോൺ പറയുന്നത്. അതുപോലെ റായ്പൂരിൽ കോൺഗ്രസ് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമതേ ഈ പറയുന്ന രീതിയിൽ പ്രിയങ്കയും രാഹുലും പാർലമെന്റിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ ഈ പ്രസ്തുത സ്ഥലത്തിൽ നിന്ന് വന്ന MP ഇവരെ എന്തെല്ലാം തിരിച്ച് പറഞ്ഞ് ആക്ഷേപിച്ചെന്നറിയോ ഈ ലോകസഭയിൽ? അതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇവിടെ RSSന് ഇവിടുത്തെ നേതാക്കളുടെ ഈ പറയുന്ന RSS നേതാക്കളുടെ പ്രസ്താവനയൊക്കെ ഇവിടുത്തെ ആൾക്കാർ കാണണം. ഈ ബജരംഗ് ദൾ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ ചില്ലറക്കാരൊന്നുമല്ല. അവര് കാണാൻ വേണ്ടിയാണോ ഈ സർക്കാർ ഈ കണ്ടതൊക്കെ ചെയ്തതെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഈ പറയുന്ന രീതിയിൽ ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ജാതി സ്പർദ്ധ ഉണ്ട് എന്നുള്ളത് തന്നെയല്ലേ നമ്മൾ ഇതിലൂടെ കാണുന്നത്. അല്ല, ബജറംഗ് ദൾ എന്ന് പറയുന്ന സംഘടന ഇവർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ ജാമ്യത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഒരിക്കലും ഇവിടുത്തെ പോലീസുകാരല്ലല്ലോ, അവിടുത്തെ പോലീസുകാർ തന്നെയല്ലേ. എന്തെങ്കിലും അമർഷം അവിടെ ഉണ്ടായോ? രാജീവ് ചന്ദ്രശേഖരൻ അവരെ ഇറക്കി കൊണ്ടുപോകുന്ന ഇതിനകത്ത് ഞാനൊരു കാര്യം പറയട്ടെ. ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ കുട്ടികളെ കൊണ്ട് എന്ത് കള്ളത്തരം പറഞ്ഞാണ് FIR ഉണ്ടാക്കാൻ വേണ്ടി തെളിവുണ്ടോ? അത് വീഡിയോ തന്നെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഈ കുട്ടികൾ പറയുന്ന ഈ കുട്ടികളെ ഒരു പ്രമുഖ മാധ്യമം അവിടെ പോയി കണ്ട് സംസാരിച്ച് 21 വയസ്സായ 2 പെൺകുട്ടികളാണ്. അവര് പറഞ്ഞല്ലോ, ഞങ്ങളെ ബോധപൂർവം സമ്മർദ്ദപ്പെടുത്തി ഈ പറയുന്ന രീതിയിൽ ഞങ്ങളുടെ മൊഴി മാറ്റി എഴുതിക്കാനായിട്ട് അവർ ശ്രമിച്ചു എന്ന് പറഞ്ഞല്ലോ. കന്യാസ്ത്രീകൾ പറഞ്ഞല്ലോ, ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഈ പെൺകുട്ടികളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ഈ ജ്യോതി ശർമ്മ ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ബജരംഗ് ദൾ പ്രവർത്തകരിൽ ചിലർ ഈ പെൺകുട്ടികളെ ഞങ്ങൾ ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ വരെ പറഞ്ഞു. ഇത് നിങ്ങൾ മാറ്റി പറയണം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രൂരമായ വാതിൽ അടച്ചിട്ട് ക്രൂരമായ മർദ്ദനമാണ് ആ ജയിലിനകത്ത് അതെ ജയിലിൽ കൊണ്ടുപോകുന്ന വഴിയോ റെയിൽവേ സ്റ്റേഷനിലോ വെച്ച് ക്രൂരമായി ഇവരെ മർദ്ദിച്ചു. ഇതെല്ലാം ആ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. മതപരിവർത്തനത്തിനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് എന്നും പറയണമെന്നും ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ബലാത്കാരമായി ഞങ്ങൾ മാനഭംഗപ്പെടുത്തുന്നവരെ പറഞ്ഞില്ലേ. ഇതെല്ലാം ഇപ്പൊ മുഖ്യധാര മാധ്യമങ്ങളിൽ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ, അങ്ങനെയൊക്കെ പറഞ്ഞു കന്യാസ്ത്രീകൾക്കും ചുറ്റുമുള്ളവർക്കും അത്തരത്തിലൊരു ആക്ഷേപങ്ങൾ ഉണ്ടായെങ്കിൽ പിന്നെ എന്തിനാ അവർ രാജീവ് ചന്ദ്രശേഖരൻ അവരൊക്കെ പേടിച്ചിട്ടാണ്. എന്ത് പേടി? അയ്യോ, അവർക്ക് ഈ പറയുന്ന പോലെ ഇതൊരു ക്രിസ്ത്യൻ മതസംഘടനയാണ്. ക്രിസ്ത്യൻ മതസംഘടനയെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന കാര്യങ്ങളുണ്ടാവും. അതെല്ലാം തന്നെ എല്ലാ നീക്കുപോക്കും ഒന്ന് അടിവേരറ്റ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടില്ലേ, നമ്മൾ തന്നെ സംസാരിച്ചോ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെയുണ്ട്. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. അതായത് ഈ അച്ഛന്മാരിപ്പോൾ ഇവിടെ പാമ്പ്ലാനിയും മറ്റുമൊക്കെ കാണിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ ആ വിധേയൻ സിനിമ കണ്ടിട്ടുണ്ടല്ലോ. വിധേയൻ സിനിമയിൽ സക്കറിയുടെ നോവലാണ്, ഒരു ചെറിയൊരു നോവലാണ്. ഭാസ്കര പട്ടേലിൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഈ പറയുന്ന വിധേയനിൽ ഒരു മനുഷ്യൻ വിധേയത്വം കാണിക്കുന്നതിനെ കുറിച്ചാണ്. ഒരാളുടെ വിധേയത്വം അത് അടിമത്തം പോലെയാണ്. ചിലപ്പോൾ ഈ വിധേയനായിട്ടുള്ളവൻ അവൻ്റെ മേളിൽ നിൽക്കുന്ന അവൻ്റെ തമ്പുരാനെ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യം അവന് കാണും. അവൻ്റെ ഗതികേടാണ് അവൻ വിധേയനായി പോകുന്നത്. അതിൽ ഭാസ്കര പട്ടേലിൻ്റെ ഒരാളുടെ ജീവിതത്തിൽ ഇപ്പം അതിലുള്ള ഈ ഭാസ്കര പട്ടേലിൽ നിന്നും മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം MR ഗോപകുമാർ എന്ന് പറയുന്ന നടൻ്റെ വിധേയനായിട്ടുള്ള ആ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വരെ പ്രാപിക്കാനായിട്ട് ഇയാൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയെ പ്രാപിച്ചിട്ട് ഇറങ്ങുന്ന ഭാസ്കര പട്ടേലിനെയാണ് ഈ വിധേയൻ കാണുന്നത്. അപ്പോൾ വിധേയൻ കാണുമ്പോൾ വിധേയൻ ഭാര്യയോട് പറയുന്നു, ഇത് അവൻ കണ്ടു എന്നുള്ളത്, ഭാര്യയെ ഇങ്ങനെ ഇത്തരത്തിൽ ബലാത്കാരമായി ഇയാൾ പ്രാപിച്ചിട്ട് ഇറങ്ങി വരുന്നത് കണ്ടു എന്നുള്ളതിൻ്റെ തെളിവിന് ഭാര്യയോട് പറയുന്നു, പട്ടേലിൻ്റെ സെൻറ്റിൻ്റെ മണം നിന്നെ വിട്ടു പോയിട്ടില്ല, എന്ത് മണമാ പട്ടേലിയുടെ സെൻറ്റിന് എന്ന് ഗതികെട്ട് പറയേണ്ട ഒരു അവസ്ഥ ഈ ഗോപകുമാർ കൈകാര്യം ചെയ്യുന്ന വിധേയനുണ്ട്. അതുപോലെ വിധേയത്വത്തിൻ്റെ ഗതികേടാണ് ഈ പള്ളിയിൽ അച്ഛന്മാർ ഈ കാണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഉദാഹരണം വളരെ കറക്റ്റായ ഉദാഹരണമാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പാമ്പ്ലാനിയും ഒക്കെ ഉള്ളവരെയും ഈ സഭാ നേതൃത്വത്തെയും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കയറി ഇറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ, പക്ഷേ എന്നാലും പേടിച്ചിട്ടാണ് ഈ കന്യാസ്ത്രീമാര് ഈ വണ്ടിയിലൊക്കെ കയറി പോയിരിക്കുന്നത്. പേടിച്ചിട്ടാണ്. ഇവിടെ പുറത്തു നിന്ന് പ്രതിപക്ഷം ആരായി? അതാണ് ഇവിടുത്തെ ഒരു മന്ത്രിയും പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്ന പോലെ ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയത് കൊണ്ടോ ഇതിനെ വിമർശിച്ചത് കൊണ്ടോ ഇവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചത് കൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ഇവരൊക്കെ തന്നെ ഇങ്ങനെ കാര്യം അവർക്ക് പേടിക്കുന്നുണ്ട്. അവരൊക്കെ കാര്യം ഭരിക്കുന്നത് കേന്ദ്രമാണ് ഭരിക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പോലെ ഒരു കാര്യം ശരിയായിരിക്കാം, ഇവരൊക്കെ തന്നെ വെളിയിൽ കിടന്ന് ഇത്രയും വെള്ളം കോരിയും ഇത്രയും ബഹളം ഉണ്ടാക്കിയെങ്കിലും അമിത്ഷാ ഇടപെട്ടിട്ടല്ല ഇവർ ഇറങ്ങിയത്. അതിനങ്ങനെ വിധേയമായി നിന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ പാമ്പ്ലാനി അച്ഛൻ അങ്ങനെ പറയുന്നത്. വിധേയനായി നിന്നത് കൊണ്ടാണ് പാമ്പ്ലാനി അച്ഛനൊക്കെ പറയുന്നത്. ഇപ്പൊ അതിന്റെ അർത്ഥം ഒരു ആരോപണമാണോ? ആരോപണം എന്ന് പറഞ്ഞാൽ ഞാൻ ആരോപണമായിട്ട് പറയുന്നില്ല, അവരുടെ വിധിയാണ്.
അവരുടെ വിധിയാണ്. കാര്യം അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ ഈ ലേഖനത്തിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണോ വേട്ടയാടുന്നത് അതേ ഒരു അവസ്ഥയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു അതാരായി മീര, ഇതിനകത്ത് ഈ പറയുന്ന രീതിയിൽ ഹിന്ദു സമുദായത്തിൽ കേരളത്തിലെ ഹിന്ദു സമുദായത്തിലല്ല, ഈ പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽ കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകളായതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞത്, പുറംലോകം അറിഞ്ഞത്. ഇത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലെ കന്യാസ്ത്രീമാർക്കാണ് ഇതേപോലെ പിടിച്ചോണ്ട് പോയെങ്കിൽ അറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സുരേഷ് ഗോപി ഇടപെട്ടു, അമിത്ഷാ ഇടപെട്ടു, മോദി ഇടപെട്ടു, അവരോട് നന്ദിയും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ഇതില് പ്രതിപക്ഷം ഒച്ചെടുത്തിട്ട് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറഞ്ഞവർക്ക് പോലും ഇപ്പൊ ഉത്തരങ്ങളില്ലല്ലോ. ഒറ്റപ്പെട്ട സംഭവമാണോ അല്ലേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ഏതായാലും പൊളിറ്റിക്കലി BJP വെട്ടിലായ ഒരു സംഭവമാണ്. കാര്യം അവർ മനസ്സുകൊണ്ട് ഒരുപാട് പ്ലാൻ നടത്തിയിരുന്നതാണ്. കേരള പൊളിറ്റിക്സിൽ BJPക്ക് ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ഒരു വേരോട്ടം ഉണ്ടായിട്ട് അവരുടെ ആവശ്യമാണ് എന്ന് അവർ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്ന അവസരത്തിൽ അപ്പോൾ തന്നെയാണ് ഈ പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. 9 ദിവസം ഈ കന്യാസ്ത്രീകളകത്ത് കിടന്നോട്ടെ, പക്ഷേ അവിടെ അപ്പോഴും മോദിയും അമിത്ഷായും ഇടപെട്ടിട്ടാണ് ഇറങ്ങിയത് എന്ന് ചേട്ടനും സമ്മതിച്ചു. എല്ലാവരും സമ്മതിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് BJP എത്തിച്ചു. ആ പോയ ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള പണി നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ കാസ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞല്ലേ? അതെ, കാസ ഉൾപ്പെടെയുള്ളവർ. അപ്പൊ ദീപികയിലെ എഡിറ്റോറിയൽ എന്തായി? അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. ദീപികയിലെ എഡിറ്റോറിയലിൽ നിന്നും ഒന്നും ആവാതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മര്യാദയ്ക്കിരിക്കുന്ന ഒരു ശരീരത്തിൽ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് അത് മുറിവ് ഉണ്ടാക്കിയവർ എന്നെ കൊണ്ടുപോയി തുന്നി കെട്ടി തന്നു കഴിഞ്ഞാൽ അതിൽ എന്താ കാര്യമുള്ളത്? പക്ഷേ ഒപ്പം ഇപ്പോഴും സഞ്ചരിക്കുന്നില്ലേ? അത് കണ്ടല്ലേ അറിയാൻ പറ്റുള്ളൂ. സഞ്ചരിക്കുന്നോ എടുക്കുന്നോ ഏതോ അവരുടെ മനസ്സിരിപ്പ് എന്താന്നുള്ളത് ഇനി ഇലക്ഷൻ വരുമ്പോഴേ അറിയുള്ളൂ. വരട്ടെ, നമുക്ക് കാണാം അല്ലേ? സുരേഷ് ഗോപിയെ ഇത്രയും നാൾ ഇപ്പൊ എല്ലാവരും കുറ്റം പറഞ്ഞു. സുരേഷ് ഗോപി കണ്ടു, പ്രധാനമന്ത്രിയെ കണ്ടു, പ്രധാനമന്ത്രി തമ്പ് ഇംപ്രഷൻ കൊടുത്തു എന്നൊക്കെ അല്ലേ പറയുന്നത്. എന്തായാലും നമുക്ക് ഇപ്പൊ ഈ വിട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ദീപിക എഡിറ്റോറിയൽ എഴുതിയതിന് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? പാമ്പ്ലാനിയുടെ വാക്കിന് സത്യമുണ്ടോ? ഇവർ കാറിപ്പോയതിലാണോ കാര്യം? ഇവർ പേടിക്കുന്നത് കൊണ്ടാണോ കാര്യം? ഒക്കെ വരുന്ന തിരഞ്ഞെടുപ്പിൽ കേരള ജനത അവരുടെ മനസ്സിരിപ്പ്, പ്രത്യേകിച്ച് ഈ പറയപ്പെടുന്ന സമൂഹം, ക്രിസ്ത്യൻ സമൂഹം അറിയിക്കുക തന്നെ ചെയ്യും. ഇത് കേരളമാണ്, അത് നമ്മൾ എപ്പോഴും ആലോചിക്കണം.